കേരളത്തിൽ വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ്. ഈ പ്രഖ്യാപനം നിരവധി മനുഷ്യർക്ക് പ്രതീക്ഷയും ആശ്വാസവുമാണ്. എന്നാൽ ഇതുകൊണ്ട് എന്താണ് പ്രയോജനം? വയോധികരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള എന്ത് നടപടിയാകും ഉണ്ടാവുക? ഓരോ ദിവസവും ആശങ്കപ്പെടുത്തുന്ന ഒട്ടേറെ സംഭവങ്ങളെക്കുറിച്ച് കേൾക്കാറുണ്ട്. വയനാട് കോട്ടത്തലയിലെ ഫാത്തിമ എന്ന വയോധികയുടെ ദുരൂഹമരണം ചർച്ച ചെയ്യേണ്ടതാണ്. വീട്ടിൽ തനിച്ചു താമസിക്കുന്ന ഫാത്തിമയെ മോഷണശ്രമത്തിനിടെ കൊലപ്പെടുത്തിയതാണ് സംശയം. എന്നാൽ സ്വർണ്ണാഭരണങ്ങൾ പൊട്ടിച്ച നിലയിൽ കണ്ടെത്തിയെങ്കിലും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇത് പല സംശയങ്ങൾക്കും കാരണമായിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമാണ്. വയനാട് കോട്ടത്തറ വൈപ്പടി പ്രദേശത്തെ അറിയപ്പെടുന്ന ഫോട്ടോഗ്രാഫറായ കുത്തിനി ഉസ്മാന്റെ മാതാവാണ് കൊല്ലപ്പെട്ട ഫാത്തിമ. തനിച്ചു താമസിക്കുകയായിരുന്നു ഇവർ. ഫാത്തിമയുടെ കഴുത്തിലുണ്ടായിരുന്ന മാല ഉൾപ്പെടെയുള്ള ആഭരണങ്ങൾ കവർച്ച ചെയ്യാനുള്ള ശ്രമത്തിനിടയിലാണ് മരണം സംഭവിച്ചത് എന്നാണ് പോലീസിന്റെ പ്രാഥമിക വിവരം. എന്നാൽ മരണകാരണം എന്താണെന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ ഔദ്യോഗികമായി വ്യക്തമാകൂ എന്ന് അധികൃതർ അറിയിച്ചു. സംഭവത്തെക്കുറിച്ച് നാട്ടുകാർ പറയുന്നത് ഇങ്ങനെയാണ്. 5:30-6 മണിയോടുകൂടി ഇളയ മകൻ ഉസ്മാൻ എന്ന് പറയുന്ന ആളാണ് ആദ്യമായിട്ട് ഇത് കാണുന്നത്. അത് കണ്ട് ഇവിടെ പിന്നെ നൈറ്റി ആയിരുന്നു വസ്ത്രം ഉണ്ടായിരുന്നത്. പിന്നെ ഒരു മാല പൊട്ടിയിട്ട് വരാന്തയിലുണ്ടായിരുന്നു. പിന്നൊരു ഈ കമ്മല് മുറ്റത്തുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് പോലീസിനെ വിവരം അറിയിച്ചു. ആളുകളൊക്കെ കൂടി പോലീസിനെ വിവരം അറിയിച്ചു. കാര്യങ്ങളൊക്കെ ചെയ്ത് അതിന് ശേഷം മാനന്തവാടിയിലേക്ക് ബോഡി കൊണ്ടുപോയി. ഫാത്തിമയുടെ കഴുത്തിലുണ്ടായിരുന്ന മാല ഉൾപ്പെടെയുള്ള ആഭരണങ്ങൾ കവർച്ച ചെയ്യാനുള്ള ശ്രമത്തിനിടയിലാണ് മരണം സംഭവിച്ചത് എന്നാണ് പോലീസിന്റെ പ്രാഥമിക വിവരം. ന്യൂസ് 18 വയനാട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.